കളക്റ്റീവ് ഉത്തരവാദിത്തത്തിൽ ഊർജ്ജസ്വലരായി നിൽക്കുന്ന നിരവധി ചെറുപ്പക്കാരിൽ ഒരാളാണ് റോജി എം ജോൺ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി എന്നതിനെ നേരത്തെ സമൂഹ മാധ്യമങ്ങളടക്കം ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ യുവത്വത്തിന്റെ ഒരു ഊർജ്ജസ്വലതയായിരിക്കും നമുക്ക് ഈ മന്ത്രിസഭയിൽ കാണാൻ കഴിയുക എന്ന് തീർത്തും പ്രതീക്ഷിക്കാം, അല്ലെ? എന്താ സംശയിക്കുന്നത്? നമ്മൾ ഇത്തവണത്തെ നമ്മുടെ ജയിച്ചു വന്ന 102 MLA-മാർ UDF-ന്റെ പരിശോധിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ 63 MLA-മാർ, എത്രയോ പുതുമുഖങ്ങൾ യുവാക്കളാണ് ഈ നിയമസഭയിൽ അംഗങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ വലിയൊരു മോട്ടിവേഷനായിരുന്നു. ഞങ്ങൾ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന ആളുകൾ നിയമസഭയിലേക്ക് കടന്നു വരുന്നു. അത് വലിയൊരു അംഗീകാരമല്ലേ? നമുക്ക് അതിനേക്കാൾ സന്തോഷം തോന്നിയത് മന്ത്രിസഭയുടെ ലിസ്റ്റ് വന്നപ്പോഴാണ്. കാരണം നമുക്ക് അതിനർഹമായിട്ടുള്ള ഒരു പ്രാതിനിധ്യം, എനിക്ക് തോന്നുന്നു ഒരു കാലത്തും ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു യുവജന പ്രാതിനിധ്യം, പുതുമുഖങ്ങൾ കേരള മന്ത്രിസഭയിൽ ഒരു UDF-ന്റെ സർക്കാരിൻ്റെ ഭാഗമായി വരുന്നത് എനിക്ക് തോന്നുന്നത് മുൻപെങ്ങും ഉണ്ടായിട്ടുള്ളതൊരു കാഴ്ചയാണ്. അപ്പോൾ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു യുവത്വത്തിൻ്റെ പ്രസരിപ്പും എനർജിയും ഒക്കെ പ്രവർത്തനങ്ങളിലും ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണമെന്നുള്ളതാണ് അഭ്യർത്ഥന. ഉറപ്പായിട്ടും പ്രേക്ഷകരോട് അതൊക്കെ നേരിട്ട് പറയുകയും ചെയ്യാം. അവരങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ രാവിലെ മുതൽ ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ പ്രേക്ഷകരോടും പറയാം. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജനങ്ങളോട് പറയുവാനുള്ളത്, UDF നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നടപ്പിലാക്കുവാനായിട്ടുള്ള എല്ലാ പരിശ്രമവും, ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലും ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, നിങ്ങളുടെ വലിയ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അതിന് കേരളത്തിലെ ജനങ്ങളോട് പ്രത്യേകമായ നന്ദിയുണ്ട്. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാനായിട്ട് ഞങ്ങൾ എന്നും പരിശ്രമിക്കുന്നതായിരിക്കും. തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കണം, മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കും. എല്ലാ പിന്തുണയും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്രേക്ഷകരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ കേരളം എങ്ങനെയാവണം, എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. ഇനി വരുന്ന കേരളം എങ്ങനെയാവണം, എങ്ങനെ മാറണം. നമ്മൾ ഈ ദീർഘവീക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും ഭരണ സംവിധാനത്തിൽ ആരോപിച്ച് കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇത് നേരത്തെ ചിന്തിച്ചിരുന്നു എങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു എന്നത്. അങ്ങനെയെങ്കിൽ ദീർഘവീക്ഷണത്തോടെ നമ്മൾ കേരളത്തെ മാറ്റിയെടുക്കേണ്ടത് ഏതൊക്കെ മേഖലകളിലൂടെ ആയിരിക്കും, ഏതൊക്കെ രീതികളിലൂടെ ആയിരിക്കും? ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. നമ്മൾ യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ, ഞാനൊക്കെ എല്ലാ ബഡ്ജറ്റിലും കേൾക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എല്ലാ നയപ്രഖ്യാപന പ്രസംഗത്തിലും കേൾക്കുന്ന കാര്യമാണ്, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹയർ എഡ്യൂക്കേഷൻ ഹബ്ബാക്കി മാറ്റും. അല്ലെ? നമ്മൾ നിരന്തരം എല്ലാ ഹബ്ബെന്ന് ക്ലീഷയായി മാറി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. നമുക്കിവിടെ ഭൂമിയുടെ ലഭ്യത കുറവുണ്ട്. ജനസാന്ദ്രത വളരെ ഏറ്റവും അധികമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്. അപ്പം നമുക്ക് കർണാടകയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ ആന്ധ്രാപ്രദേശിലോ ഒക്കെ നടക്കുന്നത് പോലെ നമുക്ക് വലിയ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഒക്കെ കൊണ്ടുവരാനായിട്ടുള്ള പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. കാരണം ലാൻഡ് അവൈലബിലിറ്റി ഒക്കെ ഒരു വിഷയമാണല്ലോ. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് നാട്ടിൽ വ്യവസായം വേണം, പ്രൊഡക്ഷൻ നടക്കണം, പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്ത് വേണ്ട എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം കാരണം മാലിന്യ പ്രശ്നങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സ്ഥലമാണ് കേരളത്തിൽ. പൊതുവെ അങ്ങനെ ഒരു ഈ സ്ഥലം കുറവാണ് എന്നതുകൊണ്ട് തന്നെ അതൊരു ചലഞ്ചാണ്, അതൊരു പ്രായോഗിക പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരാനായിട്ട് നമുക്ക് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ കേരളത്തിന് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള മേഖലകളുണ്ട്. ഉദാഹരണത്തിന് ടൂറിസം, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, ഹെൽത്ത്. അപ്പം നമുക്ക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉള്ള മേഖലകളിൽ നമുക്ക് ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം പതിറ്റാണ്ടുകളായിട്ട് പരിശോധിച്ചാൽ നമ്മൾ എത്രയോ മുന്നിൽ നിന്നിരുന്ന ഒരു സംസ്ഥാനമായിരുന്നു. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറയും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇൻ്റർനാഷണൽ ഫോറിൻ യൂണിവേഴ്സിറ്റീസൊക്കെ ഉൾപ്പെടെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് കുട്ടികൾക്ക് ഇന്നെല്ലാവരും വിദേശത്ത് പോവാണ്. ഇപ്പോൾ വിദേശത്ത് വലിയ 25 ലക്ഷം 40 ലക്ഷമൊക്കെ ലോൺ എടുത്ത് വീട് പണയം വെച്ച് അവർ പഠിക്കാൻ പോകുന്നു. നമുക്ക് അത്തരം സംവിധാനങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, വി ഓൾറെഡി മിസ് ദ ബെസ്റ്റ്. നമുക്ക് അത് ഇനിയെങ്കിലും നമുക്ക് അത്തരം കാര്യങ്ങളിൽ നമുക്ക് കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ പുറത്തേക്കുള്ള ഒഴുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. നമുക്ക് പുറത്തുനിന്ന് ഉൾപ്പെടെ ആളുകളെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ദുബായ് ഒക്കെ എങ്ങനെ ദുബായ് ആയി എന്ന് ഒരു ചോദ്യമുണ്ട്, അല്ലേ? നമ്മൾ പറയാറുള്ള ഒരു മണലാരണി, ഒന്നും ഇല്ലാതിരുന്ന ഒരു ദുബായ് ഇന്ന് ഉണ്ടാക്കിയെടുത്തൊരു മായാലോകമാണ്. അവിടേക്ക് ലോകം മുഴുവൻ അവിടേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അവിടുത്തെ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് ഇത്രയേറെ പൊട്ടൻഷ്യൽ പതിറ്റാണ്ടുകളായിട്ട് നമുക്ക് നിലനിൽക്കുകയാണ്.
അതിനനുസരിച്ച് നമുക്കതിനെ ഡെവലപ്പ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഹബ്ബാക്കി മാറ്റുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല. അത് വർഷങ്ങളായി നമുക്ക് ഒരുപക്ഷെ നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ദീർഘവർഷത്തോടുകൂടി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം അത് നടക്കാതെ പോയി. ഇപ്പോൾ UDF ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തൊക്കെ നമ്മളന്ന് ഫോറിൻ യൂണിവേഴ്സിറ്റീസൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അന്ന് LDFൻ്റെ ഒക്കെ ഭാഗത്തുനിന്നുണ്ടായ സമീപനം നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. അപ്പോൾ ശ്രീ TP സെൻകുമാർ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് SFIയുടെ സമരങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ നമുക്ക് കാര്യങ്ങൾ പോകാതെ നമുക്ക് കുറെ കൂടി മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇതിലെല്ലാവരുടെയും സഹകരണം ആവശ്യമാണ്. ഇപ്പോൾ തന്നെ സർവകലാശാലകളിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. വിദേശ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന് പഠിക്കാൻ കൾച്ചറൽ എക്സ്ചേഞ്ചും സ്റ്റുഡൻറ് എക്സ്ചേഞ്ചും പോലെയുള്ള പരിപാടികൾ. പക്ഷേ അത് എത്രത്തോളം എല്ലാ സർവകലാശാലകളും പ്രയോജനപ്പെടുത്തുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മൾ സർവകലാശാലകളെയൊക്കെ നമുക്ക് കുറെ കൂടി മോഡേണൈസ് ചെയ്യണം, കോമ്പറ്റീറ്റീവ് ആക്കണം. ഞാൻ പറയുന്ന വാക്ക് നമുക്ക് കുറെ കൂടി കോമ്പറ്റീറ്റീവ് ആക്കാൻ സാധിക്കണം, അട്രാക്റ്റീവ് ആക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഇപ്പോൾ ഞാൻ JNU പഠിക്കുന്ന സമയത്ത് അവിടെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധ്യാപകർ കോഴ്സ് ഓഫർ ചെയ്യാണ്. അധ്യാപകർ ഒരു ടീച്ചർ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ ചോയ്സാണ്, എടുക്കണോ വേണ്ടയോ എന്ന്. അപ്പോൾ ആ കോഴ്സ് നമുക്ക് അട്രാക്റ്റീവ് ആണ് അല്ലെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നിയാലാണ് ഒരു സ്റ്റുഡൻറ്റ് പോയി അത് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ കോഴ്സ് അട്രാക്റ്റീവ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അത് ഓപ്റ്റ് ചെയ്യില്ല. അപ്പോൾ പിന്നെ ടീച്ചർക്ക് പണിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സ്റ്റുഡൻസിന്, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ, അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ നമുക്ക് ഈ മേഖലയെ കുറെ കൂടി അട്രാക്റ്റീവ് ആക്കാൻ നമുക്ക് പരിശ്രമിക്കണം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ ആശംസകളും നേരുകയാണ്. ഇനി അങ്ങോട്ട് ഞങ്ങൾ വേക്കപ്പ് കേരളയിൽ മിണ്ടിയും പറഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിനൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ ഇനി അങ്ങോട്ട് അങ്ങ് തകർക്കുകയാണ്. ഇനി നമുക്ക് പൊളിക്കാം. ഇനി നമുക്ക് പൊളിച്ചു കളയാം.